ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, മറ്റൊരു നോമ്പ് കാലം കൂടി ഒരു തെന്നൽ പോലെ നമ്മളെ തഴുകി കടന്നു പോവുകയാണ്. ആത്മതപനത്തിൻ്റെയും ആർജനത്തിൻ്റെയും വർജനത്തിൻ്റെയും പുനർചിന്തനത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. നിശ്ചയമായിട്ടും ഒരുപാട് ജീവിതത്തിൽ പുനർചിന്തനങ്ങളോടുകൂടി ദൈവവുമായിട്ടും സഹജീവികളുമായിട്ട് കൂടുതൽ അടുക്കേണ്ട കാലഘട്ടം. ഏപ്രിൽ മാസം 7-ാം തീയതി ഞായറാഴ്ച പിതാക്കന്മാർ സമിയോ ഞായർ എന്ന് പേർ വിളിക്കുന്നു. അന്നേ ദിവസം വിശുദ്ധ ഏവങ്കേലോൻ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വചനഭാഗം. യേശു യെരിഹോയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വളരെ പുരുഷാരം തൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരുന്നു. വഴിയരികിൽ 2 കുരുടന്മാർ ഇരുന്നിരുന്നു. യേശു കടന്നു പോകുന്നുവെന്ന് അവർ കേട്ടപ്പോൾ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. മിണ്ടാതിരിപ്പാൻ ജനസമൂഹം അവരെ വിലക്കി. എന്നാൽ അവരോ ശബ്ദം അധികം ഉയർത്തി, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞു. യേശു നിന്നു അവരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടണമേ എന്ന് അവർ പറഞ്ഞു. താൻ മനസ്സലിഞ്ഞു അവരുടെ കണ്ണുകളെ തൊട്ടു. തൽക്ഷണം അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ തൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വചനഭാഗത്തോടൊപ്പം സന്ധ്യ നമസ്കാരത്തിന് വിശുദ്ധ എവങ്കേലോൻ ഭാഗം പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളതും വിശുദ്ധ മർക്കോസ് എവങ്കേലിയോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ ഉള്ള വചനഭാഗവും, അവിടെ തീമായുടെ മകൻ ബർത്തീമായി എന്ന് പറയുന്ന കുരുടനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന സംഭവമാണ്. പ്രഭാത നമസ്കാരത്തിനും പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ള എവങ്കേലോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം, അവിടെയും ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഉദ്ധരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമിയോ ഞായർ. നിശ്ചയമായിട്ടും കാഴ്ചയില്ലാത്തവൻ കാഴ്ച പ്രാപിച്ചതിനെക്കുറിച്ചാണ് ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അധികം ആഴത്തിലേക്കും പരപ്പിലേക്കും പശ്ചാത്തലത്തിലേക്കും ധ്യാന വിഷയമായിട്ട് ഇറങ്ങുന്നില്ലെങ്കിലും ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് 3 കാര്യങ്ങൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്. അതാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക. യേശു യെരിഹോയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വളരെ പുരുഷാരം തൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരുന്നു. വഴിയരികിൽ 2 കുരുടന്മാരിരുന്നു. യേശു കടന്നു പോകുന്നു എന്നവർ കേട്ടപ്പോൾ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നവർ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. ഒന്നാമത്തെ ധ്യാനം ഇതാണ്. അവർ കാഴ്ചയില്ലാത്തവരാണ്. കണ്ണ് രണ്ടും കാണാൻ മേലാത്ത കാഴ്ചയില്ലാത്തവരാണ്. പക്ഷെ അവർ കാണേണ്ടവനെ കണ്ടു. അവർ അന്ധനായിരുന്നെങ്കിലും കാണേണ്ടവനെ കണ്ടു. ആദ്യത്തെ ധ്യാനം ഇത് തന്നെയാണ്. കാണേണ്ടവനെ കാണുന്നുണ്ടോ? കാണേണ്ടത് കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ നോമ്പ് കൂടുതൽ അർത്ഥപൂർണമാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കാണേണ്ടവനെ കാണുവാൻ, കാണേണ്ടത് കാണുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ വർഷങ്ങൾ മുമ്പ് തോമസ് ചേട്ടൻ, അദ്ദേഹം ഒരു 4th ക്ലാസ് ജീവനക്കാരൻ മാത്രമാണ്. അദ്ദേഹം അവിടെ ഒരു ജോലി ചെയ്യുന്നു. എല്ലാ ദിവസവും പൊതിച്ചോറുമായിട്ടാണ് അദ്ദേഹം പോവുക. പൊതിച്ചോറുമായിട്ട് അദ്ദേഹം പോകുന്നു. അവിടെ ചെന്ന് ഇവരെ സ്റ്റാഫിന് ഭക്ഷണം കഴിക്കുവാൻ തക്കവണ്ണമുള്ള മുറിയുണ്ട്. ആ മുറിയിലിരുന്ന് ഇവർ ഭക്ഷണം കഴിക്കുന്ന മറ്റു കൂട്ടുകാർ ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പൊതിച്ചോറങ്ങ് തുറക്കുമ്പോൾ നമുക്കറിയാം നല്ല മണമാണ്. പൊതിച്ചോറ് തുറക്കുമ്പോൾ നല്ല മണമാണ്. അപ്പം വിശന്ന് ഉച്ചയ്ക്ക് ഇവരെല്ലാവരും കൂടി ഒന്നിരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൊതിച്ചോറ് തുറക്കുന്ന സമയത്ത്, കോട്ടയം മെഡിക്കൽ കോളേജാണ്, അവർ ഇരിക്കുന്ന റൂമിൻ്റെ സൈഡിൽ ആ വരാന്തയിലൊക്കെ ഒരുപാട് രോഗികൾ, അവരെ ശുശ്രൂഷിക്കാൻ അവരുടെ കൂടെയുള്ളവരൊക്കെ ഉണ്ട്. ഇതുങ്ങൾ പലരും പട്ടിണിയാണ്. ഈ പൊതിച്ചോറങ്ങ് തുറക്കുമ്പോൾ നല്ല മണമാണ്. വിശന്ന് ദിവസങ്ങളായിട്ട് പട്ടിണി ഇരിക്കുന്നവർക്ക് ഈ മണം കേൾക്കുമ്പോൾ, പച്ചവെള്ളം മാത്രം കുടിച്ചുമൊക്കെ ജീവിക്കുന്നവർ ഈ മണം കേൾക്കുമ്പോൾ നന്നായിട്ടങ്ങ് വലിക്കും. ഈ വലിയ ഈ പൊതിച്ചോറിൻ്റെ മണം കിട്ടുമ്പോൾ ഇതുങ്ങളങ്ങ് നന്നായിട്ട് വലിക്കും. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു.
ഇത് ശ്രദ്ധിച്ചു, ഇത് പട്ടിണി കൊണ്ടാണ് ഇതിങ്ങളിങ്ങനെ ഈ പൊതിച്ചോറ് ഓർക്കുമ്പോൾ ഇങ്ങനെ മണം വലിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഈ മനുഷ്യന് പിന്നെ തൊണ്ടക്കുഴിയിൽ നിന്ന് ചോറ് താഴോട്ടിറങ്ങാതായി. ഇത് മനസ്സിലാക്കി പിറ്റേ ദിവസം ഈ മനുഷ്യൻ പൊതിച്ചോറ് കൊണ്ടുപോയ പൊതിച്ചോറ് രണ്ടായിട്ട് ഭാഗിച്ച് അവിടെയുള്ള 2 രോഗികൾക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവർ, ഇത് തുടർന്നുകൊണ്ടിരുന്നു. ആ 2 പൊതിച്ചോറ് 4 ആയി, 5 ആയി, 10 ആയി. അദ്ദേഹം ഒരു വലിയ ധനികനായ മനുഷ്യനൊന്നുമല്ല, ഒരു സാധാരണ മിനിമം സാലറി മേടിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കൊണ്ടാകുന്ന പോലെ അദ്ദേഹം പൊതിച്ചോറുമായിട്ട് 8ഉം 10ഉം പൊതിച്ചോറും ഒക്കെ ആയിട്ട് ചെല്ലും. അത് ഒരു പൊതിച്ചോറ് 3ഉം 4ഉം ഒക്കെ ആക്കി ഭാഗിച്ച് പട്ടിണി കിടക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മുമ്പോട്ട് പോയി ഒരു ദിവസം അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ MDക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഇദ്ദേഹം ഒരു കൂടിനകത്ത് 10 പൊതിച്ചോറുമായിട്ട് വരുമ്പോൾ എതിരെ വരുന്നു. എന്താ തോമസ് ചേട്ടാ, ഇത് പൊതിച്ചോറിൻ്റെ കച്ചവടം വല്ലതും തുടങ്ങിയോ? ഇദ്ദേഹം പറഞ്ഞു, അതല്ല മോളെ, പട്ടിണി കിടക്കുന്ന കുറേ എണ്ണം നമ്മുടെ ഇടയിലുണ്ട്. എങ്ങനെ ചോറ് പായൽ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങും? ഈ പെങ്കൊച്ച് അങ്ങ് ഒരു ഒന്നും മിണ്ടാതെ സ്തബ്ധയായിട്ട് അങ്ങ് നിന്നു. പിറ്റേ ദിവസം മുതൽ ഈ പെൺകുട്ടിയും തന്നാളാവുന്ന പോലെ 3-4 പൊതിച്ചോറുമായിട്ട് വരാൻ തുടങ്ങി. ഇത് കണ്ട് ഇവളുടെ സുഹൃത്തുക്കൾ ഇവളോടൊപ്പം കൂടി. ഇത് മനസ്സിലാക്കി പല സ്റ്റാഫുകളും പല അവിടുത്തെ വിദ്യാർത്ഥികളും ഒക്കെ ഇതിനോടൊപ്പം കൂടി. അങ്ങനെയാണ് ഇന്നത്തെ നവജീവൻ പ്രസ്ഥാനം. ഇന്ന് വളരെ പ്രസിദ്ധമാണ് നവജീവൻ പ്രസ്ഥാനം. അതിൻ്റെ അമരക്കാരനായ തോമസ് ചേട്ടൻ. ഈ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട്, എത്രയോ സ്റ്റാഫുകൾ അവിടെയുണ്ട്, പക്ഷെ ഈ മനുഷ്യന് മാത്രം എന്താ ഇങ്ങനെ തോന്നിയത്? നോമ്പിൻ്റെ കാലഘട്ടം പ്രിയപ്പെട്ടവരെ കാണേണ്ട കാലഘട്ടമാണ്. കാണേണ്ടവനെ കാണാതെ നോമ്പ് അർത്ഥപൂർണമാവുകയില്ല. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹജീവികളിലേക്ക് നോക്കാം. അതിനുള്ളൊരു കാലഘട്ടമാണ്. ഇതാ കാണേണ്ടവനെ കാണുക. രണ്ടാമതാണ് കാണേണ്ടവനെ കാണുക. കാണേണ്ടവനെ കാണുക. ക്രിസ്തുവിനെ ജീവിതത്തിൽ കാണുന്നുണ്ടോ? നമ്മുടെയൊക്കെ കണ്ണുകൾ ഹാഗാറിൻ്റെ കണ്ണുകളെ പോലെ നിരാശ കൊണ്ട് മൂടപ്പെട്ട അവസ്ഥയാണോ? കാണേണ്ടത് കാണുന്നുണ്ടോ? പ്രതിസന്ധികളുടെ മധ്യേ ദൈവത്തിങ്കലേക്ക് കണ്ണുയർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ അത്ഭുതം നടക്കും. അതുകൊണ്ട് കാണേണ്ടവനെ കാണുന്നുണ്ടോ? മോശ, നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മോശ. ഇസ്രായേൽ ജനത്തെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ഇതാ കനാൻ ദേശത്തേക്കുള്ള 40 വർഷ കാലഘട്ടത്തിലെ മരുഭൂമി യാത്ര. ഈ യാത്രയിലുടനീളം വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രശ്നങ്ങൾ പ്രതിസന്ധി വന്നപ്പോൾ ജനം മുഴുവൻ പ്രതിസന്ധിയിലേക്കും നോക്കുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം പഴിചാരുകയും ചെയ്തൊരു സാഹചര്യത്തിൽ മോശയ്ക്ക് ആരോടും പഴിയില്ല, ആരോടും പരാതിയില്ല, പരിഭവമില്ല. മോശ തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കി, തമ്പുരാൻ്റെ മുമ്പിൽ ചെന്ന് ഏങ്ങലടിച്ചു, കരഞ്ഞു. ദൈവം അവിടെ മോശയോട് മറുപടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാണേണ്ടവനെ കാണുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മധ്യേ കാണേണ്ടവനെ കണ്ടാൽ നമ്മൾ തോറ്റുപോവുകയില്ല, തകർന്നു പോകത്തില്ല, തളർന്നു പോകത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാണേണ്ടവനെ കാണുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ മധ്യേ കാണേണ്ടവനെ കാണണം. തമ്പുരാന്റെ മുമ്പിൽ മുഴങ്കാലം അടക്കി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നീ കണ്ണടയ്ക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നിന്നെ തന്നെ നോക്കുന്നൊരു ദൈവം. നീ കൈകൂപ്പുമ്പോൾ, നീ കൈവിരിച്ചു പിടിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി നിന്നെ തൊടുന്നൊരു ദൈവം. നിന്റെ കണ്ണു നിറഞ്ഞാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. കാണേണ്ടവനെ കണ്ടിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യൻ ആരാണ്? ഈ ഭൂമിയിൽ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യൻ സമ്പത്തില്ലാത്തവനാണോ? അല്ലെങ്കിൽ രോഗിയായ മനുഷ്യനാണോ? വിദ്യാഭ്യാസം ലഭിക്കാത്ത മനുഷ്യനാണോ? ആരോഗ്യമില്ലാത്ത മനുഷ്യനാണോ? ആരാണ് ഈ ലോകത്ത് ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യൻ? ഇതൊന്നുമല്ല. ഈ ലോകത്ത് ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യൻ രാവും പകലും ഉറക്കത്തിലും ഉണർവിലും കൂടെ ഇരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ മനുഷ്യ, നീയാണ് നിർഭാഗ്യവാനായ മനുഷ്യൻ. രാവും പകലും ഉറക്കത്തിലും ഉണർവിലും എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ,
കാണേണ്ടവനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, കാണേണ്ടവനെ, എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അവനാണ് നിർഭാഗ്യവാനായ മനുഷ്യൻ. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ടൊന്ന് ധ്യാനിക്കുക. കൂടെ ഇരിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഒന്നാമത്തെ ധ്യാനം അതാണ്. ഇതാ കൂടെ കാണേണ്ടവനെ കാണുക. ഇതാ ആ അന്ധരായ മനുഷ്യർ വളരെ വ്യക്തമായിട്ടും വചനത്തിൽ 2 കുരുടന്മാർ, അവര് അന്ധരായെങ്കിലും കാണേണ്ടത് കണ്ടു. 2 കണ്ണുണ്ടായിട്ടും കാണേണ്ടത് ഞാൻ കാണുന്നുണ്ടോ? സഹജീവികളിലേക്ക് നോക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? തമ്പുരാനിലേക്ക് കണ്ണുയർത്താൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അതോ പരാതിയും പരിഭവവും ഒക്കെയായിട്ട് നിർജീവമായ അവസ്ഥയിൽ ഉള്ളൊരു പോക്കാണോ എൻ്റെ ജീവിതം? ഒരു പരിവരുക്കൻ സാഹചര്യങ്ങളിൽ ഒന്നിനും ഒരു സന്തോഷം കണ്ടെത്താതെ, ഒന്നിനോടൊരു ആത്മാർത്ഥതയില്ലാതെ 2 രീതിയിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. മരിച്ചു ജീവിക്കുന്നവരുണ്ട്, ജീവിച്ചു മരിക്കുന്നവരുണ്ട്. സഹോദര സഹോദരി, താങ്കൾ ഇതിലേത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ജീവിച്ചു മരിക്കുകയാണോ മരിച്ചു ജീവിക്കുകയാണോ? അതുകൊണ്ട് തമ്പുരാന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുക. പ്രശ്നങ്ങൾ പ്രതിസന്ധി വരുമ്പോൾ ഈ മരിച്ചു ജീവിക്കാതെ തമ്പുരാന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുക. അങ്ങനെ പ്രതിസന്ധിയുടെ മധ്യയും മോശയെ പോലെ, പൂർവ്വപിതാക്കന്മാരെ പോലെ തമ്പുരാന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി ഒരു നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, പുനഃക്രമീകരിക്കുവാൻ, ഒരു ആന്തരിക സന്തോഷം നേടിയെടുക്കുവാനൊക്കെ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 2, ഈ 2 കുരുടന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചു. ഈ വഴി പോകുന്ന ക്രിസ്തു ഇതാരാണാവോ? അവർ കണ്ണു കാണാൻ മേല. അതുകൊണ്ട് ഈ ആരാ പോകുന്നതെന്നുള്ളത് അവർ സ്വാഭാവികമായിട്ടും അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. എന്താ വലിയ ബഹളം, ആരെ കടന്നു പോകുന്നത്? അത് യേശുവാണ് കടന്നു പോകുന്നത്. അവർ ആ നിമിഷം മുതൽ നിലവിളിക്കാൻ തുടങ്ങി, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ട്? ഈ വഴി പോകുന്ന ക്രിസ്തുവിന് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന്, എനിക്ക് സൗഖ്യം നൽകാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ഈ വഴി കടന്നു പോകുന്ന ക്രിസ്തുവിന് എനിക്ക് സൗഖ്യം നൽകാൻ പ്രാപ്തനാണെന്ന് അവർ വിശ്വസിച്ചു. എൻ്റെ വഴി പോകുന്ന ക്രിസ്തുവിന് എന്നെ സുഖപ്പെടുത്താൻ കഴിവുണ്ടെന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ? എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിലെ പ്രശ്നവും പ്രതിസന്ധിയും എന്തുമായിക്കോട്ടെ, എൻ്റെ കർത്താവ് എല്ലാത്തിനും മതിയായവൻ, എൻ്റെ കർത്താവിന് ഇതിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കാൻ പ്രാപ്തനാണെന്നുള്ള ഉറച്ച വിശ്വാസം. പ്രിയപ്പെട്ടവരെ, വിശ്വാസ കണ്ണാൽ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത്, കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം നൽകുന്ന കർത്താവിനെയാണ് നാം വിളിക്കുന്നത്. വിശ്വാസ കണ്ണാൽ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത്, കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം ദൈവം നൽകും. കർത്താവ് എല്ലാത്തിനും മതിയായവനാണ്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നവും പ്രതിസന്ധി എന്തു ആയിക്കോട്ടെ, അതിൽ നിന്ന് വിടുതൽ നൽകുവാൻ, അതിൽ നിന്ന് വിമോചനം നൽകുവാൻ, എൻ്റെ ജീവിതത്തെ വീണ്ടും ക്രമീകൃതമായി ആന്തരിക സന്തോഷത്തോടുകൂടി ഭംഗിയായിട്ട് ചിട്ടയായിട്ട് നയിക്കുവാൻ എൻ്റെ കർത്താവ് പ്രാപ്തനാണ്. തകർന്നവനാണോ? ഉറപ്പായിട്ടും വീണ്ടും പണിതുയർത്തുവാൻ പ്രാപ്തിയുള്ള ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 2 കുരുടന്മാർ വിശ്വസിച്ചു, ഈ വഴി പോകുന്ന ക്രിസ്തുവിന് എനിക്ക് സൗഖ്യം നൽകുവാൻ സാധിക്കും. വിശ്വാസ കണ്ണാൽ ഒന്ന് ഏറ്റെടുക്കാമോ? ഒരു പക്ഷേ ഈ വചനം വലിയ കടബാധ്യതയിൽ പെട്ട് ജീവിക്കുന്നവർ ഈ വചനം കേൾക്കുന്നുണ്ട്. നാളെയാകുന്ന ജീവിതത്തെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ, നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ ജീവൻ അങ്ങ് എടുക്കണമേ എന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച് ജീവിക്കുന്നവർ ഒരു പക്ഷേ വചനം കേൾക്കുന്നുണ്ട്. മക്കളെ പ്രതി വിലപിക്കുന്ന, ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ വചനം കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലുള്ള രോഗം, അടിക്കടിയുള്ള രോഗങ്ങൾ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പലതരത്തിൽ കുടുംബത്തിലെ കലഹം, കുടുംബത്തിലെ ചിലരുടെ ദുശീലം, മദ്യപാനം, പല പ്രശ്നങ്ങൾ കൊണ്ട്, പല പ്രതിസന്ധികൾ കൊണ്ട് ചങ്ക് പൊട്ടി, ഹൃദയം പൊള്ളി, അല്പ ആശ്വാസത്തിന് വേണ്ടി ഈ വചനം കേൾക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, ക്രിസ്തു എനിക്ക് എല്ലാത്തിനും മതിയായവനാണ്. വിശ്വസിച്ചേറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസ കണ്ണാൽ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. വിശ്വാസ കണ്ണാൽ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം ദൈവം നൽകും.
എനിക്ക് വളരെ അറിയാവുന്നൊരു കുടുംബം. ഞാൻ ഇതിനു മുമ്പ് ശുശ്രൂഷിച്ച ദേവാലയത്തിലാണ്. അവിടെ ധ്യാനയോഗങ്ങളുണ്ട് വൈകുന്നേരങ്ങളിൽ, ഈ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ. അപ്പോൾ അവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുടുംബം. അദ്ദേഹം ഒരു നല്ലൊന്നാന്തരം ഗവൺമെൻറ് ഒരു ഗസറ്റഡ് റാങ്ക് ഓഫീസറായിട്ട് റിട്ടയറായ മനുഷ്യനാണ്. സന്തോഷമായിട്ട് കുടുംബജീവൻ നയിക്കുന്നൊരു മനുഷ്യൻ. ഒറ്റ ടെൻഷനേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിൻ്റെ 3 ആമക്കളിൽ ഇളയവന് ഗൾഫിലാണ്. വിവാഹം കഴിഞ്ഞിട്ട് 8-9 വർഷമായി, മക്കളില്ല. മരുമകൾക്ക്, അതായത് മകൻ്റെ വൈഫിന് മക്കളുണ്ടാകത്തില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുകയാണ്. ഒരു സാധ്യത തീരെ കുറവാണ് എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുകയാണ്. നിരാശപ്പെട്ടവരായിരിക്കുകയാണ്. ഇത് മാത്രമാണ് ഈ മനുഷ്യൻ്റെ ടെൻഷൻ. ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് പ്രസംഗിച്ച വിഷയം ഇതാണ്: വിശ്വാസ കണ്ണാൽ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം നൽകുന്ന ദൈവമാണ് എൻ്റെ ദൈവം. വിശ്വാസ കണ്ണാൽ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം നൽകുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഈ മനുഷ്യൻ ഈ വചനം മുഴുവൻ, 1 മണിക്കൂർ വചനം മുഴുവൻ ശ്രവിച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റ് ധ്യാനിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് മുട്ടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ തൻ്റെ 2 കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ ആ ദേവാലയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെയൊന്നും വിശ്വസിക്കാൻ എന്നെ കൊണ്ട് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ വിശ്വസിച്ച് ഹൃദയത്തിൽ ഞാൻ കാണുകയാണ് എൻ്റെ മകന്, എൻ്റെ മരുമകളിൽ കുഞ്ഞുണ്ടാകത്തില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്നു, എൻ്റെ മരുമകൾക്ക് കുഞ്ഞുണ്ടാകുന്നു, ഒരാൺകുഞ്ഞുണ്ടാകും. ആ കുഞ്ഞിനെ കയ്യിലേന്തി ഉയർത്തിപ്പിടിച്ച് ഞാൻ അവനെ ശാമുവേലേ എന്ന് അവൻ്റെ മുഖത്ത് നോക്കി വിളിക്കും എന്ന് ഈ മനുഷ്യൻ ഹൃദയത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ട്, ഹൃദയത്തിലൊരു ഭാവനയിൽ കണ്ടുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ചങ്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുട്ടയിൽ നിന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 3 വർഷത്തിന് ശേഷം, ഈ സംഭവം ഞാനങ്ങ് മറന്നുപോയി, 3 വർഷത്തിന് ശേഷം ഒരു ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ ഒരു വൈകുന്നേര സമയത്ത് ഇരിക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ എൻ്റെ മകനും കൂടി എൻ്റെ ഭവനത്തിലേക്ക് കടന്നു. ഈ മനുഷ്യൻ വന്നോപാടെ എന്നെ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരഞ്ഞു. ഞാൻ ചോദിച്ചു, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഈ മനുഷ്യൻ കുറേ നേരം കരഞ്ഞതിന് ശേഷം ഈ മനുഷ്യനോട് പറയുകയാണ്: അച്ഛാ, 3 വർഷം മുമ്പ് ഇങ്ങനെ പ്രസംഗിച്ചില്ലേ? ഞാൻ ഓർക്കണില്ല. അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു. ഒരു ദിവസത്തെ ധ്യാനത്തിൻ്റെ വിഷയമായിരുന്നു: വിശ്വാസ കണ്ണാൽ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം നൽകുന്ന ദൈവമാണ് എൻ്റെ ദൈവം. അത് ഞാൻ വിശ്വസിച്ച ഇങ്ങനെ ഏറ്റെടുത്തങ്ങ് പ്രാർത്ഥിച്ചു. അച്ഛനറിയാവോ, ഇന്നലെ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ എൻ്റെ മകന്, എൻ്റെ മരുമകളിൽ ഒരു കുഞ്ഞുണ്ടായി. അച്ഛാ, എൻ്റെ മകനൊരു കുഞ്ഞുണ്ടായി. ഇതാ ലേബർ റൂമിൻ്റെ വാതിൽക്ക് ഞങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ഡോറ് തുറന്നിട്ട് കുറേ കഴിഞ്ഞു. ഒരു സമയത്ത് ഡോറ് തുറന്ന് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുണ്ടായി, ആൺകുഞ്ഞാണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ മുതൽ എൻ്റെ കയ്യും കാലും അങ്ങ് കിലുകില വിറയ്ക്കുകയാണ്. എനിക്ക് കരയണോ ചിരിക്കണോ, എൻ്റെ കയ്യും കാലും വിറക്കുകയൊക്കെ ചെയ്യുകയാണ്. ഞാൻ ഓർത്തു ഞാനിങ്ങനെ തല കറങ്ങി വീഴുകയായിരിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലേബർ റൂമിൻ്റെ ഡോറ് തുറന്ന് ഇതാ ആ നേഴ്സ് ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നു. ആൺകുട്ടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ വൈഫ്, ഇതാ എൻ്റെ മരുമകളുടെ അപ്പനും അമ്മയും എൻ്റെ മറ്റു മരുമക്കൾ, ഇവരെല്ലാം ഈ കുഞ്ഞിനെ കാണാനോ എടുക്കാനുള്ള ആഗ്രഹത്തിൽ വളരെ വേഗത്തിൽ ഈ നേഴ്സിനരികിലേക്ക് പോകുമ്പോൾ ഒരു നിമിഷം കരഞ്ഞുകൊണ്ട് നിന്ന ഞാൻ, അങ്ങ് വിങ്ങിപ്പൊട്ടിയ ഞാൻ, പെട്ടെന്ന് കിട്ടിയൊരു ഊർജം കൊണ്ട്, ഒരു ആർജവം കൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഇവരുടെ എല്ലാം അങ്ങ് തട്ടിമാറ്റിയിട്ട് ഞാൻ ഈ കുഞ്ഞിനെ കയ്യിലേക്ക് പിടിച്ചു. കയ്യിലേക്ക് നേഴ്സിൻ്റെ നിന്ന് മേടിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 3 വർഷം മുമ്പ് ധ്യാനത്തിൻ്റെ മധ്യേ ഹൃദയത്തിൽ ഞാൻ ഏറ്റെടുത്തതുപോലെ തന്നെ, വിശ്വാസക്കണ്ണ ഞാൻ കണ്ടതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മുകളിലേക്ക് കരവും കണ്ണും ഉയർത്തിക്കൊണ്ട് ശാമുവേലേ എന്ന് അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ വിളിച്ച. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസക്കണ്ണാൽ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം നൽകുന്ന ദൈവമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിലെ പ്രശ്നവും പ്രതിസന്ധി എന്തു ആയിക്കോട്ടെ, എൻ്റെ ക്രിസ്തു, എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. ആ 2 കുരുടന്മാർ വിശ്വസിച്ചു. ഈ വഴി പോകുന്ന ക്രിസ്തുവിന് ഞങ്ങൾക്ക് സൗഖ്യം നൽകാൻ സാധിക്കും. ഞങ്ങൾക്ക് സൗഖ്യം നൽകാൻ അവൻ മതിയായവനാണ്. വിശ്വസിച്ചേറ്റെടുക്കുക. രണ്ടാമതാണ്
ഇതാ ഈ വഴി പോകുന്ന ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ സൗഖ്യം നൽകാൻ സാധിക്കും എന്നവർ വിശ്വസിച്ചു. മൂന്നാമതായിട്ട് നമ്മളിവിടെ വായിക്കുന്നു, കർത്താവേ ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നവർ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. മിണ്ടാതിരിപ്പാൻ ജനസമൂഹം അവരെ വിലക്കി, എന്നാൽ അവരോ ശബ്ദം അധികം ഉയർത്തി ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിലവിളിച്ചു. മറ്റുള്ളവർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു, അവർ അധികമായി നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ധ്യാനം ഇതാണ്. ഞാൻ നിലവിളിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ക്രിസ്തു. ഇവിടെ പറയുന്നു അവർ അധികമായി നിലവിളിച്ചു, യേശു നിന്നു. 32-ാം വചനം അതാണ്, യേശു അവിടെ നിന്നു. എൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നു തരുന്നൊരു ദൈവമുണ്ട്. എൻ്റെ നിലവിളിയെയും എൻ്റെ കണ്ണുനീരിനെയും എൻ്റെ പ്രതിസന്ധിയെയും സഹതാപത്തോടുകൂടിയും പുച്ഛത്തോടുകൂടിയും ഒക്കെ കാണുന്നൊരു സമൂഹമായിരിക്കും എൻ്റെ ചുറ്റും. എൻ്റെ ചുറ്റും എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും എന്നെ നന്നായിട്ടറിയാവുന്ന എൻ്റെ കർത്താവ് എൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നു തരും. മൂന്നാമത്തെ ധ്യാനം അതാണ്. എൻ്റെ ഞാൻ നിലവിളിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിൽക്കുന്നവൻ എൻ്റെ കർത്താവ് മാത്രം. അവര് അധികമായി നിലവിളിച്ചു, കർത്താവ് അവിടെ നിന്നു. നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നിന്നു തരുന്നൊരു ക്രിസ്തു ഉണ്ട്. നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നിന്നു തരുന്നൊരു ദൈവമുണ്ട്, മറന്നു പോകരുത്. എന്തിനാ ഇങ്ങനെ നിരാശപ്പെട്ട് തലകുമ്പിട്ട് ഇരിക്കണത്? നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നിന്നു തരുന്നൊരു ദൈവമുണ്ട്. നീ വിശ്വസിച്ചേറ്റെടുക്കുക. അവർ വിശ്വസിച്ചു. അവർ പലരോടും നിലവിളിക്കാറുണ്ട്, കരയാറുണ്ട്, ഭിക്ഷ യാചിക്കാനൊക്കെ. പക്ഷേ അവർക്കറിയാം എൻ്റെ നിലവിളിക്ക് മുമ്പിൽ എന്നെ മനസ്സിലാക്കുന്ന ക്രിസ്തു ആണ് നിന്നു തരും. എനിക്ക് വേണ്ടി നിന്ന് തരുന്നൊരു കർത്താവുണ്ട്. അവർ അധികമായി നിലവിളിച്ചു, കർത്താവ് അവിടെ നിന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരൊഴുക്കുന്നവന് വേണ്ടി, തൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുന്നവന് വേണ്ടി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ്റെ ജീവിതത്തെ അവന് വേണ്ടി നിൽക്കുന്ന ഒരു കർത്താവ്, അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കർത്താവുണ്ട്. ഇതാ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ പോലും, നിലവിളി എന്നുള്ള വാക്ക് പോലും ഒരാൾ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ബോറടിക്കുകയാണ്, നിലവിളിച്ചേക്കാം, അങ്ങനെ വിചാരിക്കത്തില്ല. വെറുതെ ഇരിക്കുമ്പോൾ ആരും നിലവിളിക്കും ഇല്ല. ഒരു വ്യക്തി എപ്പോഴാണ് നിലവിളിക്കുന്നത്? തൻ്റെ ജീവിതത്തിൽ എല്ലാ പിടിയും പോയി കഴിയുമ്പോൾ, എല്ലാം കൈവിട്ടു, എല്ലാ പ്രതീക്ഷയും എല്ലാ ആശയും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റത്ത് അവൻ്റെ അഭിമാനമുള്ള ആരെങ്കിലും നിലവിളിക്കുമോ? അഭിമാനം പോലെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരുവൻ നിലവിളിക്കുന്നത്. അഭിമാനമുള്ള ആരെങ്കിലും നിലവിളിക്കുമോ? പ്രിയപ്പെട്ടവരെ, അവൻ്റെ ലോകത്തിലുള്ള സകല പിടിയും പോയി, കർത്താവെ നീ ഇല്ലാതെ എനിക്കിനി ജീവിക്കാനൊക്കത്തില്ല. അതാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥനയിലുണ്ട്. ശീമ നമസ്കാരത്തിൽ വ്യാഴാഴ്ച സന്ധ്യ നമസ്കാരത്തിനകത്ത് പിതാക്കന്മാർ പ്രതിസന്ധിയുടെ മധ്യ പ്രാർത്ഥിച്ചില്ലേ? അൻപുടയോനെ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ. അപ്പാ, നീ എൻ്റെ നേരെ വാതിലടച്ചാൽ എനിക്ക് മുട്ടാൻ മറ്റൊരു വാതിൽ അറിയത്തില്ലപ്പാ. നീ എൻ്റെ നേരെ നീ എന്നിൽ നിന്ന് മുഖം തിരിച്ചാൽ ഞാൻ പിന്നെ എവിടെ പോകും? എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ മറ്റൊരു നാമം അറിയത്തില്ലപ്പാ. നിലവിളിക്ക് മുമ്പിൽ നിന്ന് വരുന്നൊരു ദൈവമുണ്ട്. എൻ്റെ കണ്ണുനീരിന് മുമ്പിൽ നിന്ന് വരുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവർ നിലവിളിച്ചു, അധികമായി നിലവിളിച്ചു. അവരുടെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം നിന്നു. അപ്പോൾ ഈ രണ്ട് കുരുടന്മാർ മൂന്നാമത് നമ്മളെ പഠിപ്പിക്കുന്നു, നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നിന്ന് വരുന്നൊരു ദൈവം. പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണുനീരിന് സ്വർഗത്തെ പിടിച്ചു കുലുക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. കരയാണെങ്കിൽ ദൈവ തിരുസന്നിധിയിലെ കരയാവുള്ളൂ. ദൈവ തിരുസന്നിധി കരയുന്നവൻ വേറെ ആരുടെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവ തിരുസന്നിധിയിൽ കരയുന്നവൻ വേറെ ആരുടെ മുമ്പിൽ ചെന്ന് മുഖം കുനിച്ച് നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ തകർന്നോ തരിപ്പണമായി പോകാനോ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് കരയാണെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ കരയണം. വേറെ മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞാൽ മനുഷ്യൻ പരിഹസിക്കും, നിന്ദിക്കും, അല്ലെ മാറി നിന്നിട്ട് പറയും അന്നേരം കഷ്ടമായിപ്പോ എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് പറയും അവൻ്റെ കൈരിപ്പിൻ്റെ ഗുണമാണ്. അതിനപ്പുറം ഒന്നും മനുഷ്യന് പ്രതീക്ഷിക്കരുത്. തമ്പുരാൻ്റെ മുമ്പിൽ കരയാൻ പഠിക്കണം. നിന്റെ കണ്ണുനീരിന് ഈ ലോകത്തെ ഏറ്റവും മൂല്യം നൽകുന്നത് ക്രിസ്തുവാണ്, നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് മറക്കരുത്. അതുകൊണ്ട് ഇവിടെ വചനത്തിൽ കാണുന്നു, അവർ നിലവിളിച്ചു, അവിടെ നിലവിളിക്ക് മുമ്പിൽ കർത്താവ് നിന്നു. നാലാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നു,
ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടണമേ എന്ന് അവർ പറഞ്ഞു. താൻ മനസ്സലിഞ്ഞു, അവരുടെ കണ്ണുകൾ തൊട്ടു. തൽക്ഷണം അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ തൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ 4-ാമത്തെ ധ്യാനം ഇതാണ്. സൗഖ്യം നൽകിയവനെ വഴിയിൽ വെച്ച് അവർ ഉപേക്ഷിച്ചു പോയില്ല, അവർ കർത്താവിനെ പിൻപറ്റി. എൻ്റെ കർത്താവിനോട് എന്ത് നന്ദിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 2019 നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതൊരു ഭാഗ്യമാണ്. പണ്ടേ മണ്ണിനടിയിൽ പോകേണ്ടവരില്ലേ ഈ വചനം കേൾക്കുന്നില്ലേ? എത്രയോ പ്രാവശ്യം ജീവിതത്തിൽ കാലടറിപ്പോയിട്ടുണ്ട് വീഴാതെ. എത്രയോ പ്രാവശ്യം വീണിട്ടും തകർന്ന് തരിപ്പണമായി പോകാതെ ഈ പരുവത്തിലെങ്കിലും ഈ വചനം കേൾക്കാൻ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവോ പ്രാഗൽഭ്യമോ വല്ലതാണോ? അല്ല, നമ്മുടെ കഴിവോ പ്രാഗൽഭ്യമൊന്നുമല്ല. എൻ്റെ ദൈവം, എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ കരം എൻ്റെ മേൽ വെച്ച് എന്നെ അത്ഭുതകരമായിട്ട് നടത്തിയതുകൊണ്ട് മാത്രമാണ് ഈ പരുവത്തിലെങ്കിലും ഈ വചനം കേൾക്കാൻ ഞാൻ ഇരിക്കുന്നത്. ഈ പരുവത്തിലെങ്കിലും എന്ത് നന്ദിയുണ്ട്. ഒരിക്കൽ ധ്യാനം കൂടാൻ പോയ ഒരു കുട്ടി, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ആ സമയത്ത് അവധിക്ക് ധ്യാനം കൂടാൻ പോയതാണ്. ധ്യാനം കഴിഞ്ഞ് വന്ന ഇവള് അന്ന് ഉച്ചയായപ്പോൾ, ധ്യാനം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ വന്നു. ഉച്ച കഴിഞ്ഞ് അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഇവള് ചോദിച്ചു, അമ്മയ്ക്ക് നമ്മുടെ കർത്താവിനോട് സ്നേഹമുണ്ടോ? ഇവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ അമ്മ അങ്ങ് ഞെട്ടിപ്പോയി. ഈ അമ്മ വീണ്ടും ചോദിച്ചു, ഈ മോള് വീണ്ടും ചോദിച്ചു, അമ്മ ചിരിക്കാതെ കാര്യം പറ, നമ്മുടെ കർത്താവിനോട് അമ്മയ്ക്ക് എന്തേലും സ്നേഹമുണ്ട്? ഈ അമ്മ ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം ഒന്ന് ആലോചിച്ചിട്ട് അമ്മ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും നമുക്ക് ഏറ്റവും അധികം സ്നേഹം നമ്മുടെ യേശുവിനോടല്ലേ, നമ്മുടെ കർത്താവിനോടല്ലേ മോളെ എന്ന് പറഞ്ഞ് വിട്ടു. ഒരു കുറേ കഴിഞ്ഞ് അതിലെല്ലാം കറങ്ങിയിട്ട് ഇവൾ വന്ന് വീണ്ടും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയോട് വന്നിട്ട് ചോദിച്ചു, അമ്മേ, നമ്മുടെ കർത്താവിനോട് അമ്മയ്ക്ക് എത്രയധികം സ്നേഹമുണ്ട്? വീണ്ടും ഈ പെൺകുട്ടി ഇത് ചോദിച്ചപ്പോൾ ഈ അമ്മയുടെ മുഖം അങ്ങ് വാടി. അമ്മ ദേഷ്യപ്പെട്ടു, നിനക്ക് വേറെ പണിയൊന്നുമില്ല പോ എന്ന് പറഞ്ഞ് അമ്മ ജോലിയിലേക്ക് ശ്രദ്ധിച്ചു. എന്നാൽ ഇവൾ പിന്മാറിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഇവൾ വീണ്ടും വന്നിട്ട് ചോദിച്ചു, അമ്മ ശരിക്കും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണുണ്ടോ? ഈ അമ്മയുടെ കണ്ണങ്ങ് നിറഞ്ഞു. ഈ അമ്മ ഈ മോളെ അവിടെ പിടിച്ചിരുത്തി, നീ എന്ത് ഇങ്ങനെ ചോദിക്കണം, നിന്റെ പ്രശ്നം എന്താ, നീ എന്ത് ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്താ പറ. അവൾ ചോദിച്ച ചോദ്യം ഇതാണ്. അമ്മ ഒരു ദിവസം നേരം പുലരുമ്പോൾ മുതൽ അമ്മയെ ഞാൻ കാണാറുണ്ട്. അമ്മ നമ്മുടെ വീട്ടിലാണെങ്കിലും അയൽവക്കംകാരോടാണെങ്കിലും ഫോണിൽ കൂടെ ബന്ധുക്കളോടാണെങ്കിലും വീട്ടിൽ വരുന്ന ഗസ്റ്റുകളോടാണെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ ഗൾഫിലുള്ള പപ്പയെക്കുറിച്ച് വാതോരാതെ മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, അപ്പച്ചനെയും അമ്മച്ചിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പല കാര്യങ്ങളൊക്കെ, നമ്മുടെ കാറ്, എന്തൊക്കെ കാര്യങ്ങളാണ്, പുതിയ 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 പരസ്യങ്ങൾ, സൂപ്പർ മാർക്കറ്റിൽ പുതിയ വന്നേക്കുന്ന പ്രൊഡക്ട്സ്, ഇങ്ങനെ പല കാര്യങ്ങൾ, എന്തിനും വിദേശത്തുള്ള കാര്യങ്ങൾ പോലും, നമ്മുടെ നാട്ടിലും വിദേശത്തുള്ള കാര്യം, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഒരു പ്രാവശ്യം ഒരിക്കൽ പോലും ഞാൻ ഈ നമ്മുടെ കർത്താവിനെ കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം സ്നേഹം ഒരു വ്യക്തിയോടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചല്ലേ നമ്മൾ ഏറ്റവും അധികം സംസാരിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ അമ്മേ? അതായത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആരോടാണോ ഏറ്റവും അധികം സ്നേഹം ആ വ്യക്തിയെക്കുറിച്ചല്ലേ ഒരു ദിവസം ഞാൻ ഏറ്റവും അധികം സംസാരിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ കർത്താവിനെ കുറിച്ച് അമ്മ സംസാരിക്കുന്നൊന്നും ഞാൻ കേട്ടില്ല. ഈ ഒരു അമ്മ എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്ത് നന്ദിയുണ്ട് ഈ അത്ഭുതകരമായിട്ട് വലങ്കൈക്ക് പിടിച്ചു നടത്തുന്ന ദൈവത്തെക്കുറിച്ച്. എന്ത് നന്ദിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്ഥാനം എത്ര അധികമാണ്. ഈ നോമ്പിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് പുനർചിന്തനം നടത്തണം. എൻ്റെ കർത്താവിന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്തെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ട്. ചുമ്മാതെ നമ്മൾ വാ കൊണ്ട് അധരം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നു എന്ന് ചിന്തിക്കുക. അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ കുരുടന്മാരുടെ ജീവിതത്തിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്. 1, അവർ കാണേണ്ടവനെ കണ്ടു. 2, ഈ വഴി പോകുന്ന ക്രിസ്തുവിന് എനിക്ക് സൗഖ്യം നൽകാൻ പ്രാപ്തൻ, മതിയായവനെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. 3, നിലവിളിച്ചപ്പോൾ കർത്താവ് അവിടെ നിന്നു. നിന്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നു തരുന്നൊരു കർത്താവുണ്ട്. 4, സൗഖ്യം നൽകിയവനെ അവർ വഴി ഉപേക്ഷിച്ചിട്ട് പോയില്ല. നിശ്ചയമായിട്ടും കാണേണ്ടവനെ കാണാൻ, കാണേണ്ടത് കാണാൻ. 2,
ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാത്തിനും മതിയാവനെന്ന് ഏറ്റുപറയാൻ, വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റുപറയാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമായി കാണിക്കുവാൻ. 3, എൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് തരുന്നൊരു ദൈവം ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ, ആ രീതി ജീവിക്കുവാൻ. 4, അധരം കൊണ്ടുള്ള പറച്ചിലല്ല, അതിൽ ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായിട്ട് ക്രമീകരിച്ച് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Oh